ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടൊരു വാർത്തയാണ്. കൊടും ചൂടിൽ യുവാവ് 5 ലിറ്റർ വെള്ളം കുടിച്ചു, മണിക്കൂറുകൾക്കകം ICUവിൽ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വെള്ളം കൂടുതലായി കുടിച്ചാൽ അത് അപകടമുണ്ടാക്കുമോ? നമുക്കെല്ലാവർക്കും അറിയാം, ചൂടുകാലത്ത് ജലാംശം നഷ്ടപ്പെടുകയും കൂടുതലായി വെള്ളം കുടിക്കാൻ അത് ആവശ്യമാണ് എന്ന് പൊതുവായൊരു വിശ്വാസം. അതായത് കൂടുതൽ വെള്ളം കൂടുതൽ ആരോഗ്യം. പക്ഷേ ഇത് വളരെ കൂടുതലായാൽ അപകടകരമാണ്. നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അമിതമായ വെള്ളം ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്നൊരവസ്ഥയിലെത്താം. അത് ജീവന് ഭീഷണിയുമാകാം. ഇതിൻ്റെ പ്രധാന കാരണം അമിതമായ വെള്ളം ചെന്ന് കഴിയുമ്പോൾ അതിൽ ലവണാംശമില്ല എന്നുണ്ടെങ്കിൽ, അത് ലവണം എന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയമാണ്. സോഡിയം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പോനെട്രീമിയ എന്ന അവസ്ഥയിലേക്ക്, അത് ഡൈല്യൂഷൻ കാരണം വെള്ളം കൂടുതലെത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഉപ്പ് വെള്ളത്തിൽ വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പിൻ്റെ അംശം, ലവണാംശം കുറയും. ഇതിന് നമ്മൾ ഹൈപ്പോനെട്രീമിയ എന്നാണ് പറയുന്നത്. അതായത് അധികമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ലവണാംശമില്ലാത്ത വെള്ളം കുടിച്ചാൽ അത് നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവിനെ കുറയ്ക്കും. ഈ രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ സെല്ലുകളിലേക്ക്, കാരണം ഓരോ കോശങ്ങളിലും കൂടുതൽ സോൾട്ടുണ്ട്, അതിലേക്ക് വെള്ളം കടന്നു കയറുകയും അവിടെ നീരുണ്ടാകുകയും ചെയ്യും. പ്രധാനമായിട്ട് ഇത് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. തലച്ചോറിനുള്ളിലെ പ്രഷർ കൂടും, കാരണം സെല്ലുകളിൽ കൂടുതൽ വെള്ളം നിറയുന്നു. ഇതൊരു ഗുരുതരമായ അവസ്ഥയാവും. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ തലവേദന, ഛർദി, പിന്നെ സ്ഥലജലകാല വിഭ്രാന്തി, നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ ഇല്ലാതെ വരിക. കൂടിയായ സ്റ്റേജിൽ ഫിറ്റ്സ് വരാം, ബോധം കെടാം, മരണത്തിലേക്ക് വരെ പോവുകയും ചെയ്യാം. അപ്പം നമുക്ക് വെള്ളം മാത്രം കുടിച്ചാൽ പോരാ. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, അതിൽ ലവണാംശങ്ങളോ വേണം, അതായത് ഇലക്ട്രൈസ് വേണം. ഇലക്ട്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ഇംബാലൻസിലേക്ക് എത്തിക്കും. ഇപ്പം ശരീരത്തിന് വെള്ളം വേണം, അതുപോലെ തന്നെ ജലാംശവും വേണം. അപ്പം വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം കുടിക്കണം, പക്ഷേ ശരിയായ രീതിയിൽ വേണം അത് കുടിക്കാനായിട്ട്. ചെറിയ അളവുകളിൽ ഓരോ പ്രാവശ്യം കുടിക്കുക. അമിതമായി ഒന്നിച്ച് കുടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ ശുദ്ധജലത്തിന് പകരം അതോടൊപ്പം തന്നെ ORS ലായനികൾ, നാരങ്ങ വെള്ളം, തേങ്ങാ വെള്ളം മുതലായവയും ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിന് ഒരു ലിമിറ്റുണ്ട്. കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് മൂത്രമായിട്ടാണ് പോവുക. 1 മണിക്കൂറിൽ 1 ലിറ്റർ വെള്ളം വരെ കുടിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് താങ്ങാവുന്നതാണ്. കിഡ്നി അത് പുറത്ത് കളയും. അത് കൂടുതലായാൽ അത് ഓവർലോഡാകും. പ്രധാനമായിട്ടും ഇതിനുള്ള റിസ്കുകൾ ഉണ്ടാകുന്നത് അത്ലറ്റ്സ്, കാരണം അവർ വിയർപ്പിനോടൊപ്പം ധാരാളം ലവണങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. വേനൽക്കാലത്ത് ജോലി ചെയ്യുന്ന ഈ മാനുവൽ ലേബറേഴ്സ്, പിന്നെ അമിതമായ ചൂടിൽ ജോലി ചെയ്യുന്നവർ, പിന്നെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയിലുള്ള ചില രോഗികൾ, ഫോർ എക്സാമ്പിൾ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർ, സൈക്യാട്രിക് മരുന്നുകൾ കഴിക്കുന്നവർക്ക്. ഇതിൻ്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. തലവേദനയാണ് ഒരു ആദ്യത്തെ ലക്ഷണം. ഓക്കാനം വരിക, ഛർദ്ദിക്കുക, മാനസിക വിഭ്രാന്തി ഉണ്ടാകുക, ഇതൊക്കെയാണ്. വളരെ എമർജൻസി ആയിട്ട് ആശുപത്രി കൊണ്ടുപോയപ്പോഴാണ് ഫിറ്റ്സ് വന്നാൽ, ബോധത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ള പ്രിവെൻഷൻ? ബാലൻസ്ഡ് ആയിട്ട് വെള്ളം കുടിക്കണം. അതായത് വെള്ളവും അതോടൊപ്പം ലവണങ്ങളും വേണം. എക്സസ് ആയിട്ട് വെള്ളം ഒരു സമയത്ത് 1 ലിറ്റർ കൂടുതലൊക്കെ ചെയ്യരുത്. അപ്പം വെള്ളം കുറവായാൽ അപകടമാണ്, കൂടുതലായാലും അമിതമായാൽ അമൃതും വിഷമെന്നാണല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തോടൊപ്പം തന്നെ ഉപ്പ്, സോഡിയം അല്ലെങ്കിൽ ലവണങ്ങളുണ്ടെങ്കിൽ അത് സുരക്ഷയാണ്. വെള്ളം മാത്രം കുടിച്ചാൽ, പ്രത്യേകിച്ച് നിർജ്ജലീകരണമുള്ള സമയത്ത്, ഇത് അപകടകരമാണ്.
കൂടുതൽ വെള്ളം കുടിച്ചാൽ സോഡിയം കുറയും. ആ അവസ്ഥയുടെ പേരാണ് ഹൈപ്പോനെട്രീമിയ. അപ്പം ഈ കാലാവസ്ഥയിൽ വെള്ളം കുടിക്കുമ്പോൾ ജലത്തോടൊപ്പം ലവണങ്ങൾ ചേർന്ന പാനീയങ്ങൾ കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനകത്ത് കരിക്കിൻ വെള്ളമാകാം, നാരങ്ങ വെള്ളമാകാം, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടതാകാം, കോള ഡ്രിങ്ക്, അതുപോലെ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുറയ്ക്കുക, കാപ്പി ചായ കുറയ്ക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.